ഷാരിസ് മുഹമ്മദിന്റെ എഴുത്തില് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തേക്കണ, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്തേക്കണ പടമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അപ്പോൾ പടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകനാണ് ഇതിനകത്ത് ലീഡായിട്ട് വന്നേക്കണം. പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അതേപോലെ തന്നെ ധ്യാൻ വരുന്നുണ്ട്, ജോണി ആന്റണി വരുന്നുണ്ട്, ബിന്ദു പണിക്കർ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഒരു ക്യാരക്ടർ ലിസ്റ്റാണ് ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ച് പുതുമുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. പടം കാണിച്ചു കൊടുക്കുന്ന തന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം പോയേക്കണത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീകൾ ഓറിയൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഫാമിലിയിൽ വന്നേക്കണ കുറേ നർമ്മ മുഹൂർത്തങ്ങൾ കാര്യങ്ങളൊക്കെ പ്രത്യേകത ഒരുപാടുണ്ട്. കാരണം നമ്മൾ പഴയ ദിലീപ് ചിത്രങ്ങളിൽ കണ്ടുവന്നേക്കണ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫണ്ണി സംഭവം മനസ്സിലായില്ലേ, അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എന്താണെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിന്ദു പണിക്കരായാലും അതേപോലെ തന്നെ മഞ്ജു പിള്ള, ഇങ്ങനെ കുറേ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ആ ഒരു ഫാമിലി ഒത്തുകൂടുമ്പോഴുള്ളൊരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പടത്തിൻ്റെ ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ദിലീപിന് കല്യാണം ആയിട്ടില്ല, അതാണ് പ്രശ്നം. പ്രിൻസ് എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന് കല്യാണം ആയിട്ടില്ല. പുള്ളി ഇപ്പോഴും ബാച്ചിലറാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏജും കാര്യങ്ങളൊക്കെ ഓവറായി. പക്ഷേ നല്ലൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. അതെന്താണ് കിട്ടാത്ത, അതിന് പുള്ളി ട്രൈ ചെയ്യുന്നുണ്ടോ, ട്രൈ ചെയ്തിട്ട് സംഭവിക്കാത്തത്, അതൊക്കെ ഇതിനകത്ത് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല ക്ലീൻ എൻ്റർടൈനറാണ്. വളരെ നീറ്റായിട്ട് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും എഴുതിയേക്കുന്ന രീതിയാണ് അതിൻ്റെ ഇത്. നമുക്ക് ദിലീപ് ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണോ പ്രതീക്ഷിക്കണം ആ രീതിയിലാണ് ആ കഥ എഴുതി പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൊടിക്ക് പോലും നമുക്ക് അത്ര ബോറഡിങ് സംഭവങ്ങൾ നമുക്ക് ഈ പടത്തിനകത്ത് കിട്ടാനില്ല ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുമ്പോൾ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു രീതിയിലൊന്ന് കുറച്ച് സീരിയസ് ആവുന്ന സംഭവം, ഒരു ഫാമിലിയിൽ വന്ന കാര്യങ്ങളും അതേപോലെ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു നായിക വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന പടങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കണ ആ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ സ്പോട്ട് കോമഡിയും സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ സിറ്റുവേഷണൽ കോമഡീസ് വന്നു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യാനുള്ള ഒരു രീതിയിൽ എവിടെയും നമുക്ക് ആ ഒരു ബോറടിയോ അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കണം. ജോണി ആന്റണിനെ കുറച്ച് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ആ പാറ്റേണിൽ തന്നെയാണ് സംഭവങ്ങൾ പോയേക്കണം. പക്ഷേ നമ്മൾ ദിലീപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുള്ളി ചെറുതായിട്ട് പഴയ ദിലീപ് തിരിച്ചു വന്നേക്കുന്ന ഫീലൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിനകത്താണ് എനിക്ക് കൂടുതൽ തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നായിക സംഭവങ്ങളൊക്കെ വന്നിട്ട് കഥ മാറുന്നുണ്ട്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് ഈ സംഭവം ചെയ്തു വെച്ചാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റാവുന്നതാണ്. ദിലീപ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരാണ് നിങ്ങൾ ഒട്ടും ഈ ഒരു പ്രിൻസ് ആൻഡ് ദ ഫാമിലി മിസ് ചെയ്യരുത്. കാരണം അത് അതിനുള്ള സംഭവമുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഫാനൊന്നുമല്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പടം കണ്ടിട്ട് ഇന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ഇട്ടേക്കാം. ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.